പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ജീവിതം. അജ്ഞത നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രകാശമായി കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ പരിവർത്തനം എറണാകുളം അങ്കമാലി അതിരൂപത മേലൂർ സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ നടുതല ആനി അലക്സ് പങ്കുവെക്കുന്നു. ഞാൻ ഈ മാതാവിൻ്റെ ഈശോയുടെ ഈ ദൈവാനുഭവത്തിലേക്ക് വരാനുണ്ടായ കാരണം എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ 5 മക്കളാണ്. ഏറ്റവും ഇളയതാണ് എൻ്റെ സഹോദരൻ. 4 പെണ്ണും ഒരാണും. അപ്പൻ കൊച്ചിലെ തന്നെ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 4 പെൺകുട്ടികളും അവനെ നോക്കി അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. പെട്ടെന്ന് അവനൊരു അസുഖം വന്നു, ഫിക്സ് പോലെ വന്നു. അവനൊരു 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ ഫിക്സ് പോലെ വന്ന് അവൻ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. നിലത്ത് ഫിക്സ് വന്ന് വീണ് കഴിഞ്ഞാൽ കമന്ന് വീഴും. നിലത്ത് നിന്ന് മണ്ണിങ്ങനെ കാരി പോകും. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവൻ ആ അവസ്ഥയിലാവും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, കൊടുക്കാത്ത മരുന്നുകളില്ല. പക്ഷെ അവിടെയൊന്നും രക്ഷയുണ്ടായില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയും ഞങ്ങൾ 4 മക്കളും കൂടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അവൻ്റെ ഈ അസുഖം മാറാനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോട്ടാശ്രമത്തിൽ ഇങ്ങനെ നാക്കിയപ്പറമ്പിൽ അച്ഛനെ പറ്റി കേൾക്കാനിടയായി, അച്ഛന്മാരെ പറ്റി കേൾക്കാനിടയായി, പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ഞാൻ പോട്ട ആശ്രമത്തിലേക്ക് കടന്നു പോയി. അപ്പോഴും അവനും രോഗമാണ്. എൻ്റെ അമ്മയ്ക്കും TB രോഗമായിരുന്നു. അമ്മയും അസുഖത്തിലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അവിടെ പോട്ടാശ്രമത്തിലേക്ക് പലരും പറഞ്ഞാണ് പോട്ടാശ്രമത്തിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെ അവിടെ പോട്ടയിൽ ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് അന്ന് പോട്ട വലിയ അധികം തിരക്കൊന്നുമില്ല, ചെറിയൊരു ഓല ഷെഡായിരുന്നു അന്ന്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ നാക്കിയപ്പറമ്പിൽ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരി നിൽക്കണം അച്ഛനെ കാണണമെങ്കിൽ. ആ വരി നിൽക്കുന്നതിൽ 5-ാമത്തെ ആളായിട്ടാണ് ഞാൻ നിന്നത്. 5-ാമത്തെ ആളിൽ നിന്ന് അച്ഛനിങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ആ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ കാര്യവും പറഞ്ഞു, അമ്മയുടെ കാര്യവും പറഞ്ഞു. അപ്പം ഇങ്ങനെ അച്ഛൻ കുറച്ച് നേരം തലയിൽ കൈവച്ച് അധികം നേരം എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, മോള് വല്ലതും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല. ഞാനൊരു വല്യപ്പനെ കണ്ടു. ആ വല്യപ്പൻ താടി വെച്ച് ഒരു കയ്യിൽ വടിയുണ്ട്, ഒരു കയ്യിൽ ഒരു ആട്ടുംകുഞ്ഞിനെയും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ആട്ടുംകുഞ്ഞ് ഇരിക്കുന്ന കയ്യിലേക്ക് വടി മാറ്റി പിടിച്ചിട്ട് എൻ്റെ തലയിൽ കുറേ നേരം കൈവച്ച്, അച്ഛനല്ല കൈവച്ചിരുന്നത്, എനിക്ക് തോന്നിയത് ആ വല്യപ്പനായിട്ടാണ് എന്ന്. അന്ന് എനിക്ക് ഈശോ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പൻ കൊച്ചിലെ തന്നെ മരിച്ചു പോയ കാരണം സ്കൂളിൽ പോയി പഠിക്കാനോ ഒരു കാറ്റീസത്തിന് പോകാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛൻ കൈ എടുത്തപ്പോഴാണ് ഇത് ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു, ഈശോയെ, നിന്നെ പോലും വിവേചിച്ചറിയാനുള്ള കഴിവ് ഈ മകൾക്കില്ല. ഈ മകളുടെ ആവശ്യങ്ങളെല്ലാം ഈശോയെ നീ ഏറ്റെടുത്ത് ഇവൾക്ക് അവിടെ നിന്ന് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ വീണ്ടും ഒന്നും കൂടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേനെ വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഫം, മലം, മൂത്രമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ആ ഡോക്ടറെ റിസൾട്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ തലേ ദിവസം എന്നോട് പറഞ്ഞത്, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. ഡോക്ടർ പറഞ്ഞത് അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. ഡോക്ടർ 50 രൂപ തന്നു എനിക്ക് ആംബുലൻസ് വിളിക്കാനായിട്ട്. 3 ദിവസമെങ്കിലും അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ ഇത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ചൗക്ക ആശുപത്രിയുടെ അടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട ഉണ്ട്. മുമ്പ് തന്നെ അമ്മേനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ എൻ്റെ ചേച്ചിനെ വിളിക്കാൻ പോണ സമയത്ത് ഞാൻ ആ മാതാവിൻ്റെ ഗ്രോട്ടയുടെ അടുത്ത് പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു കൊന്ത ചൊല്ലി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ ചേച്ചീനെ വിളിച്ച് ഞങ്ങളൊരു കാറ് വിളിച്ച് അമ്മേനെ വീണ്ടും ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കഫം, മലം ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത്
വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ഈ റിസൾട്ടൊക്കെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഭയങ്കര അത്ഭുതമായിരിക്കണല്ലോ, ഈ രോഗത്തിൻ്റെ ഒരു അണുക്കൾ പോലും ഇപ്പം കാണാനില്ല നിങ്ങളുടെ അമ്മയ്ക്ക്, എന്നാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ബെന്ന് കൂട്ടി ചായ കഴിക്കുന്നുണ്ടായിരുന്നു. ആ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് വേറെ ചുമ വന്നില്ല, ഛർദിൽ വന്നില്ല, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വീണ്ടും 10 ദിവസം ആശുപത്രിയിൽ കിടന്നു, മരുന്നൊക്കെ കഴിച്ചു, വീട്ടിൽ വന്നു. പിന്നെ 15 വർഷം കൂടി ഞങ്ങളുടെ അമ്മയുടെ ആയുസ് നീട്ടി തന്നു. 15 വർഷത്തിന് ശേഷമാണ് പിന്നെ അമ്മ മരിച്ചത്. അതിന് ശേഷം അമ്മയ്ക്ക് വേറെ രോഗങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ സഹോദരന് അപ്പോഴും ഇങ്ങനെ ഈ രോഗമുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പോട്ടാശ്രമത്തിൽ പോയി അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, മോള് വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനം കൂടാൻ വന്നു പറഞ്ഞപ്പോൾ ആ ആഴ്ചയിലൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിനായി കടന്നിരുന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ധ്യാനത്തിന് അടയ്ക്കാൻ. അച്ഛൻ തന്നെ ഒരു എഴുത്തെഴുതി തന്ന് അവിടെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം കൂടി, ധ്യാനത്തിന് കയറി, ഞായറാഴ്ച കയറി. തിങ്കളാഴ്ച മുതൽ എനിക്ക് കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ചുവന്ന പ്രകാശമായിട്ടാണ് കാണുന്നത്. അതിനു മുന്നൊക്കെ കണ്ണടയ്ക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ആ ചുവന്ന പ്രകാശം കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായി. അപ്പോൾ അവിടെ പനക്കിലച്ചൻ വിളിച്ച് പറയുന്നുണ്ട്, പൈശാചിക ശക്തികൾ ചിലവരിൽ നിന്ന് സ്തുതിപ്പിൻ്റെ സമയത്ത് വിട്ടുപോകും, ഭയപ്പെടണ്ട എന്നൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പോയി, ഇനി വല്ല പൈശാചിക ശക്തിയാണോ എന്നറിയില്ല. അങ്ങനെ തിങ്കളാഴ്ച കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ആയപ്പോൾ എനിക്കിങ്ങനെ ഈ ചുമന്ന കളറിലൊരു വെള്ള അക്ഷരം കാണാൻ തുടങ്ങി. അന്നും അറിയില്ല, എനിക്ക് അക്ഷരമാണെന്ന് അറിയില്ല. ഒരു എന്തോ വെള്ള ഒരു ഇത് കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി, ഞങ്ങളുടെ അയൽക്കത്ത് തന്നെയുള്ള ഷൈനി എന്ന് പറഞ്ഞ അവളോട് ഞാൻ പറഞ്ഞു, ഷൈനി എനിക്കിങ്ങനെ ഒരു അക്ഷരം കണ്ട് തുടങ്ങിയിട്ട് എന്തോ ഒരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളുടെ പുസ്തകത്തിൽ അത് എഴുതി കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാണ് ഈ ബ്രൂ എന്നുള്ള അക്ഷരം. പനക്കിലച്ചൻ അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അക്ഷരം അറിയാത്ത ആൾക്ക് കർത്താവ് ബ്രൂ എന്നുള്ള ഒരു അക്ഷരം കാണിച്ചു കൊടുത്ത് അക്ഷരം ബൈബിള് വായിക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോഴും എനിക്ക് പേടിയായി. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ വീണ്ടും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ കൈ പൊക്കി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകിട്ടായപ്പോഴേക്കും ഇവർ രണ്ടാളും എന്നെ നിർബന്ധിച്ച് കൈ പൊക്കി എന്നെ സാക്ഷ്യം പറയിപ്പിച്ചു. ഇങ്ങനെ എനിക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ 2-3 പ്രാവശ്യമൊന്നും പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് പോകാൻ നിർബന്ധം കാണിച്ചില്ല. ഇങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നു, എനിക്കാവില്ല, എനിക്ക് ആണോ എന്നറിയില്ല എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ അച്ഛൻ സ്റ്റേജിലേക്ക് എന്നെ വിളിച്ചു. സ്റ്റേജിൻ്റെ ഏതാണ്ട് അടുത്തെത്താറായപ്പോഴേക്കും എനിക്ക് ബോധമില്ലാണ്ടായിപ്പോയി. ഞാൻ നിലത്ത് വീണു. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് എൻ്റെ ചുറ്റിലും പനക്കിലച്ഛനുണ്ട്, മേരി ടീച്ചറുണ്ട്, നാക്കിയപ്പറമ്പിലച്ഛൻ, പിന്നെ ഡോക്ടർ ജോസഫ് ബ്രദർ, ഇവരെല്ലാം ചുറ്റും കൂടി നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നാക്കിയപ്പറമ്പിലച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, വീട്ടിൽ പൈശാചിക രോഗത്തിന് അടിമപ്പെട്ട ഒരു രോഗി ഇപ്പോൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് തന്നെ എൻ്റെ സഹോദരൻ അവിടെ ഭയങ്കരമായിട്ട് സാധാ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ശക്തിയായിട്ട് അവന് അസുഖം വന്നു, ഫിക്സ് വന്നു, ഭയങ്കരമായി വന്ന് അവന് ഇത്തിരി സ്ഥലമൊക്കെ ശരീരമൊക്കെ പൊട്ടി മുറിവൊക്കെ ഏറ്റു. അത് കഴിഞ്ഞ് അതോടെ തന്നെ അവൻ്റെ അസുഖം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാറി അവൻ എഴുന്നേറ്റു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോൾ അമ്മയും ചേച്ചിയും പറഞ്ഞു, മോളെ ബുധനാഴ്ച വൈകിട്ട് റാഫി വീണതാ, അതിന് ശേഷം ഈ നിമിഷം വരെ അവനൊരു അസുഖം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ അമ്മയും ചേച്ചിയും വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. എന്നുവെച്ചാൽ ഇത്ര വലിയൊരു അസുഖം ഞങ്ങൾ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. പരിശുദ്ധ അമ്മ മാത്രം ആശ്രയമായുള്ള ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഈ ജീവിതാനുഭവം നമുക്ക് കാണിച്ചു തരുന്നു. ജീവിതത്തിലെ മത്സര പരീക്ഷകളിൽ ഉത്തരങ്ങൾ നൽകി സഹായിക്കുന്ന അമ്മയെയാണ് ഈ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇടവകയിൽ നിന്ന് 45 പിള്ളേരോളം ഞാൻ ഈ തേസേ പ്രോഗ്രാമിന് പങ്കെടുപ്പിച്ചു.
അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് കാർഡ് വന്നു ബൈബിൾ ക്വിസിനുള്ളത്. അപ്പോൾ എൻ്റെ നമ്പറാണ് കിട്ടിയത്. എൻ്റെ നമ്പർ 35ആയിരുന്നു. 35 നമ്പറിൽ ഇങ്ങനെ ഒരു കാർഡ് വന്നു, ബൈബിൾ ക്വിസ് സെൻറ്റ് തെരേസ കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്, അതിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കാർഡ് കൊണ്ട് ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനെ കാണിച്ചു, ജോയി തറക്കിൽ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അന്നേച്ചിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ CSRൽ പോയി. ലൂഷ്യസ് നേരെപ്പറമ്പിൽ അച്ഛനെ കണ്ടു. എൻ്റെ ആത്മീയ ഗുരുവാണ് അച്ഛൻ. അച്ഛനെ കണ്ട് അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാം, പേടിക്കണ്ട. അച്ഛനും തന്നൊരു എഴുത്ത്. ഞാൻ ഇവിടെ നിന്ന് പോയത് ബസ്സിനാണ്. ബസ്സിലിരുന്ന് ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയണ പോലെ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ക്വിസിന് കയറി. അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു എത്ര ആൾ കൂടെ വന്നിട്ടുണ്ട്. കൂടെ വന്നവർ നമ്മൾ ബൈബിൾ ക്വിസിന് ചെല്ലുമ്പോൾ അവിടെ എഴുതി കൊടുക്കണം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ 3 പേര് വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ആരാണെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കയറി ഹോളിലേക്ക് ചെന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൂടെ വന്നത് ഈശോയും മാതാവും ഔസേപിതാവാണ്, അല്ലാണ്ട് വേറെ ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇതൊരു പുതുമയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ എഴുത്ത് പൊട്ടിച്ച് വായിച്ച് നോക്കി, എന്നാൽ അവിടെ ഇരിക്കും ഞാൻ പറയട്ടെ അവരോട്, വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരറ്റത്ത് പോയിരുന്ന് അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി. അപ്പോൾ 72 പേരുണ്ടായിരുന്നു. 71 പേർക്കും എഴുത്ത് പരീക്ഷ നടത്തി. ഞാനൊരാൾ അവിടെ മാറിയിരുന്നു. കുറേ ഇവരുടെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞപ്പോൾ ജഡ്ജസിനോട് ചോദിച്ചു, ഈ എഴുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം എന്നെ വിളിച്ച് എന്നെ ബൈബിൾ ക്വിസിനായിട്ട് കയറ്റി നിർത്തി. അപ്പം ഞാൻ അധികമൊന്നും മൈക്കൊന്നും ഉപയോഗിക്കാത്ത കാരണം എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കയറി നിന്നപ്പോൾ എന്തോ ഒരു ശക്തി എനിക്ക് കിട്ടിയ പോലെ തോന്നി. മൈക്ക് കയ്യിൽ തന്നു. ഓരോ ചോദ്യങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് 5 എണ്ണം, പഴയ നിയമത്തിൽ നിന്ന് 5 എണ്ണം, അങ്ങനെ മാറി മാറി ചോദിച്ചു. അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ ചോദ്യത്തിനൊക്കെയാണ് ഉത്തരം പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ലാസ്റ്റ് 20 ചോദ്യത്തിൻ്റെ ലക്കി നമ്പർ ഒരു 5 ചോദ്യം ഉണ്ടായിരുന്നു. അതിലാദ്യം ചോദിച്ചത് ഏകന്തോട്ടം ചുറ്റി ഒഴുകി വരുന്ന 4 നദി, അതിൽ സ്വർണ്ണം ഒഴുകി വന്ന നദി. അപ്പോൾ ഞാൻ ഫിഷോൺ എന്ന് പറഞ്ഞു. പിന്നെ ഈശോ കുറുക്കാന്ന് വിളിച്ചത് ആരെയാ എന്ന് ചോദിച്ചു. അപ്പോൾ ഗെറോദസ്. അങ്ങനെ ഈ 5 ചോദ്യത്തിനും പിന്നത്തെയൊക്കെ ഞാൻ മറന്നുപോയി. ആ 5 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ബൈബിൾ ക്വിസ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ആദ്യം ഇരുന്ന സ്ഥലത്ത് വന്നിരുന്നു. ഞാനിങ്ങനെ അപ്പോഴും ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു മാതാവിനോട്. അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ ക്വിസ് പാസ്സായോ, എനിക്കൊന്നും കിട്ടുമോ ഒന്നും അറിയില്ല. ഞാൻ തന്നെയുള്ളൂ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് ഞാനുള്ളൂ. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒരച്ഛനോട്, ഞാൻ പൊക്കോട്ടെ ഇനി നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോള് നിൽക്കുക. അച്ഛൻ ഇത്തിരി എന്നെ അറിയാവുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിൽക്ക്, നീ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിയാരം വരെ വരണം. 3-3:30 കഴിഞ്ഞു, 4 മണി ആവാറായി. അപ്പോൾ 4:10 അവിടെ വിളിച്ച് പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപത ആനി PL ബൈബിൾ ക്വിസിന് ഫസ്റ്റ് എന്ന്. അപ്പോഴേക്കും എൻ്റെ കൂടെ അവിടെ ഉണ്ടായ കുട്ടികളൊക്കെ അപ്പോൾ പലരും വന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച ആരെങ്കിലും കൂടെ വന്ന സർവൻ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഇത്തിരി പേര് വന്ന് പറഞ്ഞു. അച്ഛനും വന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ സമ്മാനം അപ്പം കിട്ടിയില്ല. പിന്നീട് വരാപ്പുഴ ആൻ്റണി പടിയാറ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ബൈബിൾ ക്വിസിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. വലിയൊരു ഷീൽഡായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഇത്തിരി ചെറിയ ചെറിയ ബൈബിൾ ക്വിസുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും സമ്മാനം ഒന്നിനു പോലും എനിക്ക് കിട്ടാണ്ടിരുന്നിട്ടില്ല. അങ്ങനെ ബൈബിൾ ക്വിസും പാസ്സായി. അതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ക്യാഷ് അവാർഡും. അങ്ങനെ ഇത്തിരി അങ്ങനെയൊക്കെ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൊന്ത ചൊല്ലുമ്പോൾ ഓരോ ഉത്തരങ്ങളും അല്ലെങ്കിൽ പോണ്ട വഴി അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. സ്വന്തമായൊരു ഭവനം വേണം എന്ന ഇവരുടെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ അമ്മ നൽകിയത് ഇവർ സ്വപ്നം കണ്ടതിലും അപ്പുറത്താണ്. അമ്മയിലുള്ള ആശ്രയം ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ അനുഭവം കാരണമായി. ഞങ്ങളൊരു വീടിന് വേണ്ടി ഇത്തിരിയേറെ പ്രാർത്ഥിച്ചായിരുന്നു. വീടില്ല.
അപ്പോൾ ഞാൻ പള്ളിയിലും പോകും, എവിടെ പോകുമ്പോഴായാലും ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഈ റോഡിൻ്റെ 2 സൈഡിലും വീടുകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശോയെ മാതാവ് എനിക്കൊരു ഇതേപോലെ ഒരു ചെറിയ വീട് എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏഴുമുട്ടത്ത് സന്തോഷ് ബ്രദറുടെ ധ്യാനത്തിന് പോയി അവിടെ ചെന്ന് ധ്യാനത്തിന് ഇരിക്കുമ്പോൾ എല്ലാവരും വിശ്രമത്തിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ആ കപ്പേളയിൽ പോയിരുന്ന് ഞാനും എൻ്റെ മോളും പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൊരു വീട് തരണം എന്ന് ഞാൻ കൊച്ചിനോടും പറയും, മോളെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവളും പ്രാർത്ഥിക്കും, ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദിവസം ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ കൊച്ചിനെ കാറ്റീസത്തിന് കൊണ്ടുവന്നു. അപ്പോൾ കാറ്റീസത്തിന് അവർ കയറുമ്പോൾ ഞങ്ങളൊരു 3-4 അമ്മമാരുണ്ട്. കൊന്ത എത്തിക്കാൻ തുടങ്ങും. 4 കൊന്ത കഴിയുമ്പോഴേക്കും ഞങ്ങൾ സമർപ്പിച്ചൊക്കെ ചെല്ലുമ്പോഴേക്കും കാറ്റീസവും കഴിയും. അങ്ങനെ 4 കൊന്ത ചൊല്ലി ആ കാറ്റീസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റീന എന്ന് പറഞ്ഞൊരു കുട്ടി, അവൾ ചോദിച്ചു, ചേച്ചിക്ക് ഇന്ന് എന്ത് ഇത്ര വിഷമം? അപ്പം ഞാൻ കൊന്ത ചെല്ലുമ്പോൾ ഫുള്ളും കരയായിരുന്നു, വീടില്ല, ഈ ചോർന്നൊരവസ്ഥ കണ്ടിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാം, പിന്നെ ഇതിവിടെ ജാക്കോവേണ്ട ഒരു സ്ഥലം കിടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അതിന് സ്ഥലം നോക്കിയാലും പൈസയൊന്നുമില്ല സ്ഥലം മേടിക്കാനായിട്ട്, ചേച്ചി വന്ന് നോക്ക്. പിറ്റേ ദിവസം കാലത്ത് തിങ്കളാഴ്ച ഞാൻ കൊച്ചിനെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ വീട്ടിൽ വന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചു. ജാക്കോവേണ്ണോട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ അവസ്ഥയൊക്കെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാക്കോവേട്ടൻ സമ്മതിച്ചു, അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. 1000 രൂപയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അത് അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ പോയി. പിന്നെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, 30 ദിവസം കൊണ്ട് സ്ഥലം തീരെടുത്തു. സെൻറ്റിന് 35 രൂപ വെച്ച് സ്ഥലം തീരെടുത്ത്. അത് കഴിഞ്ഞ് പലരുടെയും സഹായത്താലെ 7 മാസം കൊണ്ട് ഞങ്ങളുടെ ഈ പെരപണി കഴിയാൻ സാധിച്ചു. 7ാമത്തെ മാസം ഞങ്ങൾക്ക് താമസിക്കാൻ സാധിച്ചു. ഞങ്ങൾ മുന്നേ ഞാൻ ഇത്ര വലിയ പെര അല്ലെങ്കിൽ ഇത്ര ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല, ഒരു കുഞ്ഞു വീട്. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്തൊരു ഷെഡ് പണിതു, അതിൽ താമസിക്കുക, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമായിട്ട് പണിതു. അങ്ങനെ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനുള്ള സൗകര്യമില്ല, പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വാടക വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിന്നെ ഈ പെരപണി തുടങ്ങി. വാർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സുഖമില്ലാണ്ടായി, ഞാൻ ഡിസ്കിന് കംപ്ലൈൻ്റായി കിടപ്പായി. 3 മാസം മലങ്കെടുപ്പ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് പ്രാർത്ഥനാ മുറി, ഞങ്ങൾക്ക് 2 പേർക്ക് ആഗ്രഹമായിരുന്നു ഒരു പ്രാർത്ഥനാ മുറി വേണം ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നല്ലൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായി. ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം പോലെയായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. മാതാവിൻ്റെ രൂപവും എല്ലാവരും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കണ്ടത്. എനിക്ക് അപ്പോഴാണ് നടക്കാറായുള്ളൂ. അപ്പോൾ ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരിയേറെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് ഈ വീടുണ്ടായതും അങ്ങനെയാണ്. ഇത്തിരി പേരുടെ സഹായത്താലെ, പലരുടെ സഹായത്താലെ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു വീടും ഒക്കെ ഉണ്ടാവാനായിട്ട് സാഹചര്യം ഉണ്ടായി.